പക്ഷെ നിർഭാഗ്യവശാൽ സത്താപരമായ ഒരു ദേശീയ ഭൂതത്തെ സങ്കല്പിക്കാനും ആ ദേശീയ ഭൂതത്തിന്റെ ഉടമാവകാശം ഉണ്ടെന്ന് മേനി നടിച്ച് നടക്കാനും അതിന്റെ പുറത്ത് തങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് കരുതാനും വർഗീയതയ്ക്ക് കഴിയുന്നു. ഇതിനെ ക്രോഡീകരിച്ചിട്ടാണ് സവർക്കർ പറയുന്നത് ഫാദർലാൻഡ് ആൻഡ് ഹോളി ലാൻഡ്. എന്താണ് പൗരത്വം? ഇന്ത്യ എന്നത് പിതൃഭൂമിയും പുണ്യഭൂമിയുമായി ആര് കരുതുന്നോ അവരുടെയാണ് ഇന്ത്യ. അത് ഈ സത്താസങ്കല്പം. അങ്ങനെ ഒരു പിതൃഭൂമിയില്ല, അങ്ങനെ ഒരു പുണ്യഭൂമിയില്ല. ഇതൊക്കെ കൈമാറി കിട്ടിയതാ. ചാകന്മാര്, ദുശാനന്മാര്, ഇന്തോ പാർത്തിയന്മാര്, ബാക്ടീരിയൻ ഗ്രീസുകാര് ആരെല്ലാം വന്നു, എന്തെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന്റെ കൂട്ടത്തിൽ കിട്ടിയതാ ഇതെല്ലാം. നമ്മളുടെ വസ്ത്രം, ഭക്ഷണം, ആഹാരം, മറ്റേ ഇപ്പോ നാലുകെട്ട് കേരളീയ വസ്തുവിദ്യ എന്ന് പറയാ ചൈനക്കാരുണ്ടാക്കിയതാ. നമ്മളെ പഠിപ്പ് ചൈനയിൽ പോയി എത്രയെങ്കിലും കാണാം. അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചായത്തിലാണെന്ന് വിശ്വസിച്ചിരിക്കാം. പക്ഷെ വിദ്യാഭാഷ പറയുന്നൊരു കാര്യമുണ്ട്, അമ്പളി നമ്മുടെ മാനത്ത് വീഴ്ചയാണെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എപ്പോ വരെ? അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കി അവിടെ ഇരിക്കും. നോക്കാതിരിക്കുന്നതിന്റെ പേരാണ് ഈ രാജ്യസ്നേഹം. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ? ഒന്നുമില്ല കേട്ടോ, യാതൊന്നുമില്ല. അതുകൊണ്ട് ഈ മൾട്ടിപ്ലിസിറ്റി, പ്ലൂരാലിറ്റി എന്നൊക്കെ പറയുന്നത് അക്കാദമിക സംവാദങ്ങളിൽ നമുക്ക് വാരി വിതറാനുള്ള ടെക്നിക്കൽ ടൈംസ് ഒന്നുമല്ല, നമ്മളാണ്. പ്ലൂറൽ എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബഹുത്വമാണ്. എത്രയോ ഘടകങ്ങൾ ചേർന്നുണ്ടായതാണ്. എൻ്റെ ഭാഷയാകട്ടെ, എൻ്റെ ആശയങ്ങളാകട്ടെ, എൻ്റെ ഭക്ഷണശീലങ്ങളാകട്ടെ, വസ്ത്രധാരണമാകട്ടെ, ഇതൊക്കെ ഈ കുർത്ത രീതി ഉണ്ടല്ലോ, ഇന്തോ പാർത്തിയന്മാർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതാ ഇപ്പൊ നിങ്ങൾ വൃത്തിയായിട്ട് ഇടുന്നത്, ഞാൻ ജുബ്ബയായിട്ട് ഇടുന്നത്. അവർക്ക് തലയെക്കെട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടൊക്കെ ഈ ഷാളാക്കി നടക്കുന്നത്. ഇങ്ങനെ അല്ലാതെ ഇതൊന്നും ഭാരതീയമൊന്നുമല്ല. ഇപ്പൊ കേരളീയ വസ്ത്രമാണ് സാരി എന്ന് പറയും. മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണ സ്ത്രീകൾ കൊടുത്തിരുന്ന വിവരണ വരച്ചുണ്ടാക്കിയിട്ട നാട്ടുകാർ കൊടുക്കാൻ തുടങ്ങിയത്. അതിനുമുമ്പ് എന്ത് കേരളീയം? കേസിയാരായണൻ പറയും കേരളീയം എന്ന് പറയാൻ ഒരു വസ്ത്രമേ ഉള്ളൂ, അത് ഒറ്റ ഉണ്ടാകും. ആണായാലും പെണ്ണായാലും ഈ മുട്ടിന് താഴെ എത്തുന്ന ഒരൊറ്റമുണ്ട്. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ 19-ാം നൂറ്റാണ്ടില്. മാറുമറക്കലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒറ്റമുണ്ട് മതി. കേസി എന്നിട്ട് പറയുന്നത് അതിന്റെ പ്രതികാരം തീർക്കാനാണ് കഥകളി വേഷം ഉണ്ടാക്കിയത്. കാരണം ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ എല്ലാവരുടെ മുണ്ടുണ്ടെങ്കിലേ ഒരു കീചകലാവുള്ളൂ. ഉടുത്തിയഷ്ടിന് അത്രയും മുണ്ടുവേണ്ടേ? ഇന്നാണല്ലോ വേറെ സംവിധാനങ്ങളൊക്കെ വന്നത്. അന്ന് മുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് ഒരു പഞ്ചായത്തിന് മുഴുവനാണെല്ലാം മുണ്ടെടുത്താലേ ഒരു ദുര്യോധനോ ദുശാസനോ ഒക്കെ ഒരുങ്ങുള്ളൂ എന്ന് കേസി ദലിതം പറയും. ഞാൻ പറയണത് ഇങ്ങനെ. ഇപ്പൊ കഥകളി നിങ്ങൾ നോക്കൂ, കഥകളിയിലെ മിനുക്കുവേഷം എവിടെ നിന്നാ വന്നത്? മാപ്പിള സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ വന്നതാ. ഹനുമാന്റെ തൊപ്പിയുണ്ടല്ലോ, ഫ്രഞ്ച് തൊപ്പിയാ. ചാടുമ്പോ കൂടെ ഫ്രാൻസും ഉണ്ട്.